ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോഷ്യൽ സയൻസിൻ്റെ നാഷണൽ മൂവ്മെൻറ്റ്സ് ആൻഡ് കേരള എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 4 വീഡിയോ ആണിത്. ഈ വീഡിയോയിലും നമ്മൾ ചാപ്റ്റർ എൻഡ് ആക്കുന്നില്ല. സ്ട്രഗിൾസ് ഫോർ സിവിൽ ലിബർട്ടി എന്നുള്ള ആ ഒരു ടോപ്പിക്കിലെ പല സത്യാഗ്രഹങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എവിടെ വരെയാണെന്ന് വെച്ചാൽ ഇന്ന് പാലിയം സത്യാഗ്രഹം. ആ സത്യാഗ്രഹം അത്രയും, ആ ഒരു സിവിൽ ലിബർട്ടിക്ക് വേണ്ടി നടന്ന സ്ട്രഗിൾസ് അത്രയും കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും നോട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ NMS സ്പെഷ്യൽ ക്ലാസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താമസിപ്പിക്കുന്നില്ല, അതുപോലെ തന്നെ ഒട്ടും ബോറടിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് പോവാം. സ്ട്രഗിൾസ് ഫോർ സിവിൽ ലിബർട്ടി. ഇവിടെ തൊട്ടായിരുന്നല്ലോ നമുക്ക് നോക്കാനുണ്ടായിരുന്നത്. നമുക്ക് നോക്കാം. സ്ട്രഗിൾസ് ഫോർ സിവിൽ ലിബർട്ടി. നമ്മുടെ പൗരാവകാശങ്ങൾക്ക് വേണ്ടി നടന്ന സമരങ്ങളാണ് ഈ ഒരു പോർഷനിൽ പഠിക്കാൻ വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നതാണ് അപ്പർ ക്ലോത്ത് അഗിറ്റേഷൻ. ഞാനിത് ഹൈലൈറ്റ് ചെയ്യാൻ കാര്യം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നോക്കി വെക്കാം. അപ്പർ ക്ലോത്ത് അഗിറ്റേഷൻ, ഇതിന് മലയാളത്തിൽ നമുക്ക് മുകളുടുപ്പ് സമരം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടും ഉണ്ടാവും കേട്ടോ. മനസ്സിലാവാൻ വേണ്ടി ചെയ്യേണ്ട കാര്യമാണ് ഈ ഒരു പോർഷൻ വായിച്ചു നോക്കാം. നമുക്ക് വായിച്ചു നോക്കാം. There should be no objection to the sunnar of all religions wearing upper clothes or covering their breast in any other way than like the women of the upper caste, and everyone should be informed about this. എന്താണ് ഇവിടെ പറയുന്നത്? മേൽ ജാതിക്കാരായ സ്ത്രീകൾ ധരിക്കുന്ന രീതിയിലല്ലാത്ത രീതിയിൽ സന്നാർ സമൂഹത്തിലുള്ള സ്ത്രീകൾക്ക് മുകളുടുപ്പ് ധരിക്കാൻ എതിർപ്പുണ്ടാകരുത്, അല്ലേ? എതിർപ്പ് ഉണ്ടാകരുത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് സംബന്ധിച്ച് എല്ലാവർക്കും അറിയിപ്പ് നൽകണം. ഇതെന്താണെന്ന് മനസ്സിലായി ഇതിലൂടെ? ഇതൊരു പ്രഖ്യാപനമാണ്. നമുക്കിത് വായിച്ചപ്പോൾ മനസ്സിലായി. ഇതൊരു പ്രൊക്ലമേഷൻ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇതൊരു പ്രഖ്യാപനമാണ്. എന്തിനു വേണ്ടിയുള്ള ഒരു വിളംബരമാണ് ഇതെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പർ ക്ലോത്ത് അഗിറ്റേഷന് ഇതായിട്ടുള്ള എതിരെ ഉള്ളതാണ്. അപ്പർ ക്ലോത്ത് അഗിറ്റേഷൻ നീക്കം ചെയ്തുകൊണ്ടുള്ള ഒരു വിളംബരം ആണ് ഇത്. ഒരു പ്രൊക്ലമേഷൻ ആണ്, ഇതൊരു പ്രഖ്യാപനമാണ് ഇതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. എന്താണ് എന്നുള്ള കാര്യം ഇത് വായിച്ചപ്പോൾ മനസ്സിലായല്ലോ. വായിച്ചു നോക്കാം നമുക്ക് താഴേക്ക്. A part of the proclamation issued by the Maharaja of Travancore, Uttaram Tirunal Marthandavarma, granting women the right to wear upper cloth is given above. എന്താ ഇവിടെ തന്നിട്ടുള്ളത്? ഉള്ളടക്കമായിട്ട് നമുക്ക് ഈ തന്നിരിക്കുന്ന ഒരു പ്രഖ്യാപനമാണ്. ഈ പ്രഖ്യാപനം ആരാണ്? തിരുവിതാംകൂർ മഹാരാജാവ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ചതായിരുന്നു. ഓക്കെ, ഈ തന്നിരിക്കുന്നത് ആരാണെന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കുക. ഇമ്പോർട്ടൻ്റ് ആണേ. You have discussed the upper cloth agitation that led to this proclamation in previous classes. ഈ പ്രഖ്യാപനത്തിനെ പറ്റിയിട്ട് നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും, അല്ലേ? കേട്ടിട്ടുണ്ടോ? The women of the Channar community of South Travancore did not have the right to wear upper cloth like the women who were considered to be the upper caste. The Channar women who appeared in public places wearing upper cloth with the support of Christian missionaries were attacked by those who were considered to be the upper caste, and their upper cloth was torn off. എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ജസ്റ്റ് ഫസ്റ്റ് ഇത്ര ഒരു പോർഷൻ നിങ്ങൾ വായിച്ചു നോക്കുക. എന്നിട്ട് നമുക്ക് ഓരോ ലൈൻ ബൈ ലൈൻ മീനിങ് നോക്കാം.
The women of the Channar community സെറ്റായില്ലേ. The women of the Channar community of South Travancore did not have the right to wear upper clothes like the women who were considered to be the upper caste. എന്താണ് ഇവിടെ പറയുന്നത്? ചന്നാർ സമൂഹത്തിലെ സ്ത്രീകൾക്ക് മേൽജാതിക്കാരായ സ്ത്രീകളെ പോലെ മുകളുടുപ്പ് ധരിക്കാനുള്ള അവകാശം ലഭിച്ചിരുന്നില്ല. അവർക്ക് ആ ഒരു അവകാശം ലഭിച്ചിരുന്നില്ല. The Channar women who appeared in public places wearing upper cloth with the support of Christian missionaries were attacked by those who were considered to be upper caste and their upper cloth was torn off. ക്രിസ്ത്യൻ മിഷനറിമാരുടെ പിന്തുണയോടെ മുകളുടുപ്പ് ധരിച്ച പൊതുസ്ഥലങ്ങളിൽ എത്തിയ ചന്നാർ സ്ത്രീകളെ മേലത്തെ ജാതിക്കാർ ആക്രമിക്കുകയും അതുപോലെ തന്നെ അവർ ധരിച്ചിരുന്ന മുകളുടുപ്പ് കീറിക്കളയുകയും ചെയ്തു വന്നിരുന്നു. ആ ഒരു കാലത്ത് നടന്നൊരു കാര്യമാണ്. Subsequently, riots broke out in many places in southern Travancore. ഇതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഫലമായിട്ട് തെക്കൻ തിരുവിതാംകൂറിലെ പല പ്രദേശങ്ങളിലും കലാപങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെടാനായിട്ട് തുടങ്ങി അല്ലേ. On July 26, 1859, the Maharaja of Travancore issued a decree removing restrictions on Channar women to wear upper clothes. എന്താണെന്ന് വെച്ചാൽ 1859 ജൂലൈ 26 തിരുവിതാംകൂർ മഹാരാജാവ് എന്ത് ചെയ്തു? ഇങ്ങനത്തെ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം നൽകി. നല്ലൊരു കാര്യമല്ലേ? ആ പ്രൊക്ലമേഷനാണ് നമ്മൾ മേളിൽ വായിച്ചതാ ഈ ഒരു കാര്യം. നല്ലൊരു കാര്യമല്ലേ ചെയ്തത്? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു മലയാളം ഏകദേശം ഒരു മീനിങ് നിങ്ങൾക്ക് കത്തിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇതിൻ്റെ സിമ്പിൾ ഇംഗ്ലീഷ് മീനിങ് കൂടെ തരാം. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇത് വേണ്ടാത്തവർ സ്കിപ്പ് ചെയ്ത് വിട്ടാൽ മതി കേട്ടോ. The Maharaja of Travancore announced that Channar women should be allowed to wear upper cloth, even if it was not the same style worn by upper caste women. Earlier, the Channar women of South Travancore were not allowed to wear upper cloth, unlike the upper caste women. Travancore were not allowed to wear upper cloth, unlike the upper caste women. When they tried to wear it in public, with support of Christian missionaries, the upper caste people attacked them and tore their clothes. This led to riots in many places in South Travancore. Finally, on July 26, 1859, the Maharaja issued an order allowing Channar women to wear upper cloth. മനസ്സിലായോ? ഇനി നമുക്കിതിൻ്റെ വേർഡ് മീനിങ്സ് കൂടെ ഒന്ന് നോക്കാം. വേർഡ്സ് നിങ്ങൾക്ക് അറിയാത്തത് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവാം. അപ്പം അറിയാവുന്നതാണെങ്കിൽ എനിക്ക് യൂസ്ഫുൾ ആവുമല്ലോ, ഇതിനു വേണ്ടി തന്നെയാണ്. സിവിൽ ലിബർട്ടീസ്. സിവിൽ ലിബർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? സിവിൽ ലിബർട്ടി. എല്ലാം മഞ്ഞ കളറല്ലേ, നമുക്ക് ഈ വട്ടം പച്ച പിടിക്കാം. സിവിൽ ലിബർട്ടി. സിവിൽ ലിബർട്ടി പൗര സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇനി അഗിറ്റേഷൻ. അഗിറ്റേഷൻ എന്ന് പറഞ്ഞാൽ സമരം, പ്രതിഷേധം എന്നൊക്കെയാണ്. അഗിറ്റേഷൻ സമരം, പ്രതിഷേധം രണ്ടർത്ഥവും വരും. ഇനി പ്രൊക്ലമേഷൻ. പ്രൊക്ലമേഷൻ നമ്മൾ ഈ ചാപ്റ്ററിൽ കുറേ വട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പ്രഖ്യാപനം, ഉത്തരവ്, വിളംബരം എന്നൊക്കെ പറയാം. ഇനി അപ്പർ കാസ്റ്റ്. ഉയർന്ന ജാതിയിൽപ്പെട്ടവരാണ് അപ്പർ കാസ്റ്റ്. ഓക്കെ. പക്ഷെ അങ്ങനത്തെ ആ ഒരു ചിന്താഗതി തന്നെ വളരെ തെറ്റാണ്. അപ്പർ കാസ്റ്റ്, ലോവർ കാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. ചന്നാർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് ഇനിയാണ് നോക്കാനുള്ളത്. ചന്നാർ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു താഴ്ന്ന ഒരിതായിട്ട് കരുതപ്പെട്ടവരാണ്. ഓക്കെ, കരുതപ്പെട്ടവരാണ്. ഇനിയും ക്രിസ്ത്യൻ മിഷനറീസ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ മിഷനറിമാരാണ് മിഷനറീസ് എന്ന് പറയുന്നത്. ഇനി റയോട്ട്. റയോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, കലാപങ്ങൾ, കലഹങ്ങളെയൊക്കെയാണ് നമ്മൾ റയോട്ട് എന്ന് ഉള്ള വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി എല്ലാവർക്കും ഡൗട്ട് വരുന്നൊരു വാക്കാണ് ഡിഗ്രി. നിങ്ങൾ ഡിഗ്രി എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, ഡിഗ്രി എന്ന് പറയുന്ന വാക്ക് കേട്ടിട്ടില്ലായിരിക്കും.
ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് രാജാവിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവ്, അതിനെയാണ് നമ്മൾ ഡിക്രി എന്ന് പറയുന്നത്. നോക്കി വെച്ചേക്കെ. ഇനി അടുത്ത പോർഷൻ നമുക്ക് പോവാം. അടുത്ത പോർഷനിലോട്ട് പോവാം. വൈക്കം സത്യാഗ്രഹം നോക്കാം നമുക്ക്. ആദ്യം തന്നെ ഇവിടെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട്. ആ ബോർഡ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. വൈക്കം സത്യാഗ്രഹ. അൺടച്ചബിൾസ് ആർ നോട്ട് അലൗഡ് ടു എൻ്റർ ബിയോണ്ട് ദിസ് എന്നാണ് അതിൽ പറയുന്നത്, അല്ലേ? അൺടച്ചബിൾസ് ആർ നോട്ട് അലൗഡ് ടു എൻ്റർ ബിയോണ്ട് ദിസ്. എന്താണിത്? അസ്പർശകർക്ക് ഇതിനകത്തേക്ക് കടക്കാൻ അനുവാദമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതെന്തോ പഴയ കാലത്ത് എപ്പോഴോ എവിടെയൊക്കെയോ സ്ഥാപിച്ചൊരു കാര്യമാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അൺടച്ചബിൾസ് എന്ന് പറഞ്ഞാൽ തൊട്ടുകൂടായ്മ, അങ്ങനത്തെ കാര്യമൊക്കെ അല്ലേ? അതൊക്കെ വളരെ തെറ്റായ കാര്യമാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യല്ല. അതിപ്പോൾ അന്നത്തെ ആൾക്കാർക്ക് അറിയത്തില്ലായിരുന്നല്ലോ. അറിയത്തില്ല, അല്ലെങ്കിൽ അവർ ചെയ്തിരുന്ന തെറ്റ് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ തെറ്റായ കാര്യമാണ്. നമുക്ക് നോക്കാം. This was written on a board placed 100 meters from the വൈക്കം ടെമ്പിൾ. വൈക്കം ക്ഷേത്രത്തിൽ നിന്ന് 100 മീറ്റർ അകലെയുള്ള ഒരു ബോർഡിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഇത് എവിടെ എഴുതിയിരുന്നത്? വൈക്കം ക്ഷേത്രത്തിൽ നിന്ന് 100 മീറ്റർ അകലെയുള്ള ഒരു ബോർഡിലാണ് അസ്പർശകർക്ക് ഇതിനകത്തേക്ക് കടക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം എഴുതി വച്ചിരുന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അക്കാലത്തുണ്ടായിരുന്ന ഈ ഒരു വിവേചനം, ഒരു വേറുകൃത്യം എന്നൊക്കെ നമുക്ക് പറയാം. ഒരു ഡിസ്ക്രിമിനേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. The Vaikam Satyagraha was a major struggle for the freedom of travelling that took place in Kerala when the national movement was gained strength. എന്താ പറഞ്ഞിരിക്കുന്നത്? ദേശീയ പ്രസ്ഥാനം ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്ന കാലത്ത് കേരളത്തിൽ നടന്ന യാത്രാവകാശ സമരങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വൈക്കം സത്യാഗ്രഹം. The people who were considered inferior were not allowed to walk on the approach roads of Vaikam temple. താഴ്ന്ന ജാതിക്കാരായി കരുതപ്പെട്ടവർക്ക് വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള സമീപ വഴികളിൽ നടക്കാൻ വരെ വിലക്കുണ്ടായിരുന്നു. ആ ഒരു കാലത്ത് ആ സമീപ വഴികൾ, അടുത്തുള്ള വഴി കൂടെ പോലും പോവരുത് എന്നുള്ളൊരു നിയമമൊക്കെ ആയിരുന്നു ഉള്ളത്. എന്ത് കാലമാണല്ലേ! The Satyagraha began on March 13, 1924 in protest against this discrimination. ഈ വിവേചനത്തിനെതിരെ 1924 മാർച്ച് 30 സത്യാഗ്രഹം ആരംഭിച്ചു. ഒരു സത്യാഗ്രഹം ആരംഭിച്ചു. സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു സമരം ആരംഭിച്ചു. This Satyagraha was led by T.K. Madhavan, K. Kelappan, K.P. Keshava and others. ഈ ഒരു സമരം T.K. മാധവൻ, K. കേളപ്പൻ, K.P. കേശവ മേനോൻ എന്നിവരാണ് ഈ സമരം നയിച്ചത്. ഈ സമരം നയിച്ചത് ഇവരൊക്കെ ആണ്. The Vaikam Satyagraha, which attracted national attention, ended with the mediation of മഹാത്മാ ഗാന്ധി. ദേശീയ ശ്രദ്ധ നേടിയ ഈ ഒരു സമരം മഹാത്മാഗാന്ധിയുടെ മധ്യസ്ഥതയിലാണിത് അവസാനിച്ചത്. On November 23, 1925, all the roads on all three sides of the temple, except 2 lanes leading to the eastern gate, were open to all Hindus. അപ്പോൾ ഇതിൻ്റെ ഫലം, ഈ ഒരു സത്യാഗ്രഹത്തിൻ്റെ ഫലമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? തുടർന്ന് 1925 നവംബർ 23 ക്ഷേത്രത്തിൻ്റെ കിഴക്കുവശത്തേക്കുള്ള 2 വഴികൾ ഒഴികെ മറ്റെല്ലാ വഴികളും എല്ലാ ഹിന്ദുക്കൾക്കും തുറന്നു കൊടുക്കപ്പെട്ടു. അപ്പോൾ അതാ അവരുടെ ആ ഒരു സക്സസ് ആണ്, ആ ഒരു വിജയമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ എനിക്കറിയാം എക്സാമിനിപ്പോൾ വൈക്കം സത്യാഗ്രഹത്തെ പറ്റി ഒരു ഷോർട്ട് നോട്ട് എഴുതൂ, അല്ലെങ്കിൽ 5 മാർക്കിനോ 7 മാർക്കിനോ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ വരുവാന്ന് വെച്ചോ.
5-നായിരിക്കും മിക്കവാറും നിങ്ങൾക്ക് മാർക്കിന് വരാൻ ചാൻസ്. ഇപ്പോൾ 5 മാർക്കിന് വരുവാന്ന് വെച്ചോ. അപ്പോൾ നിങ്ങൾക്ക് എഴുതുമ്പം നിങ്ങളുടെ ഓൺ ഇംഗ്ലീഷിൽ എഴുതുവാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലായത് വെച്ച് എഴുതുവാണെങ്കിൽ നല്ലതാണ്. ചിലപ്പോൾ മാർക്ക് കിട്ടാൻ ഇത് തന്നെ എഴുതണം. ബൈ ഹാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു ഈസി വേ പറഞ്ഞുതരാം. സിമ്പിൾ ഇംഗ്ലീഷ് മീനിങ്, ഈ മീനിങ് മാറാതെ, നോട്ട് ചേഞ്ചിങ് ദിസ് മീനിങ്, ഈ ഒരു മീനിങ് മാറാതെ ഒരു സിമ്പിൾ ഇംഗ്ലീഷ് മീനിങ് ഞാൻ തരട്ടെ. ജസ്റ്റ് ഒന്ന് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നൊന്ന് നോക്കൂ, വായിക്കാം. A board near the Vaikom temple said that untouchables were not allowed beyond that point. At a time when the national movement was beginning strong, the Vaikom Satyagraha became an important struggle for the freedom to travel on public roads. People considered lower castes were not allowed to walk on the temple approach roads. The protest started on March 13, 1924 against this unfair rule. The Satyagraha was led by T.K. Madhavan, K. Kelappan, K.P. Keshav Menon. With Mahatma Gandhi mediation, the struggle ended, and on November 23, 1925, all the roads except 2 near the eastern gates were open to all Hindus. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ പഠിക്കാം, അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ പഠിക്കുകയും ചെയ്യാം. ഒരു കുഴപ്പവും ഇല്ല. നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവാൻ വേണ്ടി ഒരു ഇംഗ്ലീഷ് മീനിങ് പറഞ്ഞെന്നേ ഉള്ളൂ. നമുക്കിനി ഒരു കാര്യം ചെയ്യാം, കുറച്ച് വേർഡ്സ്. ഇതിനകത്ത് ചില വേർഡ്സ് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാത്തത് കാണും. നമുക്കൊന്ന് നോക്കാം. ഞാൻ അത് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തു പോകുന്നുണ്ട് ആ വേർഡ്സ്. ആദ്യത്തേതാണ് അൺടച്ചബിൾസ്. ഈ ഒരു വേർഡിൻ്റെ മീനിങ് ആണ് അസ്പർഷ്യർ, അതായത് തൊടാൻ പാടില്ലാത്തവർ എന്നൊക്കെ വരും മലയാളത്തിൽ. അസ്പർഷ്യർ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി അപ്രോച്ച് റോഡ്. അപ്രോച്ച് റോഡ് നിങ്ങൾ കണ്ടോ ആ ഒരു വാക്ക്? അപ്രോച്ച് റോഡ്, ഇതാണ് അപ്രോച്ച് റോഡ്സ്. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ സമീപ വഴികൾ, സമീപ പാതകൾ, അടുത്തുള്ള പാതകൾ, സമീപ വഴികൾ എന്നൊക്കെയാണ് ഈ ഒരു വാക്കിൻ്റെ അർത്ഥം വരുന്നത്. ഇനി നോക്കിക്കേ, ഡിസ്ക്രിമിനേഷൻ. ഡിസ്ക്രിമിനേഷൻ വിവേചനം, വിവേചനം എന്നാണ് അർത്ഥം. സത്യാഗ്രഹ, ഇവിടെ ആദ്യം തന്നെ പറയുന്നുണ്ട് സത്യാഗ്രഹ. സത്യാഗ്രഹ എന്ന് പറഞ്ഞാൽ ഒരു അഹിംസാപരമായ സമരം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ചുരുക്കത്തിൽ സമരം എന്ന് തന്നെ നിങ്ങൾക്ക് പറയാം, ഒരു സ്ട്രഗിൾ എന്ന് തന്നെ നിങ്ങൾക്ക് പറയാം. ഇനി നോക്കിക്കേ, ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കിവിടെ കാണാം മീഡിയേഷൻ. എന്താണ് മീഡിയേഷൻ? മധ്യസ്ഥത, മധ്യസ്ഥത. ഓക്കെ, മീഡിയേഷൻ. ഇനി നോക്കിക്കേ, നാഷണൽ അറ്റൻഷൻ. നാഷണൽ അറ്റൻഷൻ കാണാൻ പറ്റുന്നുണ്ടോ? നാഷണൽ അറ്റൻഷൻ, ഇതെന്താണ് വരാത്തത്? നാഷണൽ അറ്റൻഷൻ എന്താണ്? നാഷണൽ അറ്റൻഷൻ്റെ അർത്ഥം ദേശീയ ശ്രദ്ധ. അപ്പോൾ ഇത്രയും വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോവാം. ഓക്കെ, ഗുരുവായൂർ സത്യാഗ്രഹ. ആദ്യം നമുക്ക് വായിച്ചു നോക്കാം. വായിച്ചു നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു മീനിങ്സ് ഒക്കെ നോക്കണം. അതുപോലെ തന്നെ സിമ്പിൾ ഇംഗ്ലീഷ് മീനിങ്ങും ഒക്കെ നമുക്ക് നോക്കാം. The Guruvayur Satyagraha was a movement that demanded all sections of Hindus be allowed to enter the Guruvayur temple. അതായത് ഗുരുവായൂർ സത്യാഗ്രഹം, എല്ലാ വിഭാഗങ്ങളിലുമുള്ള ഹിന്ദുക്കൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അവകാശം ലഭിക്കണമെന്നായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ആ ഒരു എയിം എന്ന് പറയുന്നത്, ലക്ഷ്യം എന്ന് പറയുന്നത്. The Satyagraha began on 1st November 1931 with the formation of a committee under the leadership of K. Kelappan and Mannatha Padmanabhan. അതായത്
1931 നവംബർ 1 കെ കേളപ്പനും അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭനും നേതൃത്വം നൽകി കമ്മിറ്റി രൂപീകരിച്ചതോടെയാണ് ഈ ഒരു സത്യാഗ്രഹം ആരംഭിച്ചത് എന്നാണ് അവിടെ പറയുന്നത്. When the protest intensified, the authorities were forced to close the temple for approximately a month. സത്യാഗ്രഹം ഭയങ്കരമായിട്ട് ശക്തി പ്രാപിച്ചതിനെ തുടർന്നിട്ട് അധികാരികൾക്ക് ക്ഷേത്രം ഏകദേശം 1 മാസം അടയ്ക്കേണ്ടതായിട്ട് വന്നു, അതായത് അടച്ചിടേണ്ടതായിട്ട് വന്നു. The volunteer captains of the movement, A.K. Gopalan and P. Krishnapillai, were brutally beaten by opponents of the Satyagraha. അതായത് ഈ സത്യാഗ്രഹത്തിലെ വോളണ്ടിയറായിട്ട്, അതായത് ക്യാപ്റ്റന്മാരായിട്ടുണ്ടായിരുന്ന A.K. ഗോപാലൻ, P. കൃഷ്ണപിള്ള അല്ലേ, അവർക്കൊക്കെ എന്ത് പറ്റിയെന്നറിയാവോ? അവർ സത്യാഗ്രഹത്തെ എതിർത്തവരാൽ ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു. അവർ സത്യാഗ്രഹത്തെ പിന്തുണച്ചു. അപ്പോൾ ഇത് എതിർക്കുന്നവരും കാണുമല്ലോ. എപ്പോഴും ഒരു നാണയത്തിന് 2 വശം ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരും കാണും, അതിനെ ഒപ്പോസ് ചെയ്യുന്നവരും കാണും. സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഗോപാലനും അതുപോലെ കൃഷ്ണപിള്ളയും ഒക്കെ. പക്ഷേ അതിനെ ഒപ്പോസ് ചെയ്തിരുന്നവരെന്ത് ചെയ്തു? ഈ സപ്പോർട്ട് ചെയ്തിരുന്നവരെ മർദ്ദിച്ചു, അതായത് അവരെ ഉപദ്രവിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. When K. Kelappan began a fast unto death in front of the temple, many people came from different places to support it. K. കേളപ്പൻ ക്ഷേത്രത്തിന് മുമ്പിൽ അനശനം ആരംഭിച്ചതോടെ, അതായത് അനശനം എന്ന് പറഞ്ഞാൽ ആ ഒരു ഭക്ഷണം ഒന്നും കഴിക്കാതെയുള്ള സമരമാണ് അനശനം എന്ന് പറയുന്നത്. ആരംഭിച്ചതോടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ പിന്തുണയ്ക്കാനെത്തി. മനസ്സിലായോ? Finally, the fast was ended on the instructions of Gandhiji. അവസാനം ഒടുവിൽ മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് ആ ഒരു അനശനം അവസാനിപ്പിച്ചത്. അതായത് ഭക്ഷണം കഴിക്കാതെയുള്ള ആ ഒരു സമരം നിർത്തിയത് എന്നാണ് പറയുന്നത്. When the Congress held a plebiscite in Ponnani Taluk to ascertain public opinion about the temple entry, the majority of people supported it. ശേഷം കോൺഗ്രസ് പൊന്നാനി താലൂക്കിലെ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് പൊതുജന അഭിപ്രായം അന്വേഷിച്ചപ്പോഴും എന്തു തന്നെയാണ് ഉണ്ടായത്? പൊതുജന അഭിപ്രായം അറിയാൻ ഒരു ജന അഭിപ്രായ പഠനം, അതാണ് പ്ലെബിസൈറ്റ് എന്ന് പറയുന്നത്. ഒരു ജന അഭിപ്രായ പഠനം നടത്തി. ഇതിലും ഭൂരിഭാഗം ആളുകളും ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിച്ചാണ് നിന്നിരുന്നത്, സപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു ഉണ്ടായിരുന്നത്. ഇൻ ദിസ് വേ the Guruvayur Satyagraha helped to create a favorable atmosphere for the entry of all sections of Hindus to the temple. ഇങ്ങനെ ഗുരുവായൂർ സത്യാഗ്രഹം എല്ലാവിധ ഹിന്ദുക്കൾക്കും ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാനുള്ള അനുകൂല അന്തരീക്ഷം സൃഷ്ടിക്കാൻ സഹായിച്ചു. ഓക്കെ, ആ ഒരു കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ? ഇത്രയും കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് കുറച്ച് സിമ്പിളും ഇതിലെ ചില വാക്കുകൾ നിങ്ങൾക്ക് പാടുമായിരിക്കും. വേർഡ് മീനിങ്സ് ഉറപ്പായിട്ടും തരുന്നതാണ്. അതിന് മുമ്പ് നമുക്കിതിൻ്റെ ഒരു സിംഗിൾ ഇംഗ്ലീഷ്, ഇത് കുറച്ച് അധികം ഉള്ളത് കൊണ്ട് തന്നെ ഒരു സിമ്പിൾ ഇംഗ്ലീഷ് മീനിങ് കൂടെ നമുക്ക് നോക്കാം അല്ലേ? നോക്കാം, സിമ്പിൾ ഇംഗ്ലീഷ് മീനിങ് നോക്കാവേ. The Guruvayur Satyagraha was a movement that demanded the right for all Hindus to enter the Guruvayur temple. It began on 1st November 1931, led by K. Kelappan and Mannathu Padmanabhan. When the protest grew stronger, the temple was closed for about a month. Leaders A.K. Gopalan and P. Krishnapillai were badly beaten by opponents. K. Kelappan also started a fast unto death in front of the temple, and many people came to support him. Gandhiji later instructed him to end the fast. A public opinion poll held in Ponnani Taluk showed majority support.
Thus, the movement helped create support for temple entry for all Hindus. അതാണ് അവിടെ പറയുന്നത്. അത്രയേ ഉള്ളൂ. മലയാളത്തിൽ ഒന്നുകൂടെ ഒന്ന് പറയുവാണെങ്കിൽ എങ്ങനെ വരും? ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത് ഒരു മൂവ്മെൻ്റ് ആയിരുന്നു, ഒരു പ്രസ്ഥാനം തന്നെയായിരുന്നു. എന്തിനു വേണ്ടിയാണ് എന്ന് വെച്ചാൽ, ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഹിന്ദുക്കൾക്ക്, എല്ലാ ഹിന്ദുക്കൾക്കും കയറാനുള്ള ഒരു അവകാശം നേടിക്കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ വന്നതാണ്. അത് നവംബർ 1, 1931 വന്നത്. ആരൊക്കെയാണ് അത് നേതൃത്വം നൽകിയെന്ന് ചോദിച്ചാൽ കെ കേളപ്പനും മന്നത്ത് പത്മനാഭനും ആയിരുന്നു. അതുമല്ല, ഇതെന്താണ്, ഒരു മാസമൊക്കെ ആയപ്പോഴത്തേക്ക് ആ ഒരു ക്ഷേത്രം അടച്ചിടണം എന്നുള്ള ഒരു ഇതുവരെ വന്നു, ഈ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ കാഠ്യത കാരണം. അതുപോലെ തന്നെ AK ഗോപാലൻ, P കൃഷ്ണപിള്ള ഇവരൊക്കെ എതിർ പക്ഷത്തുള്ളവരിൽ നിന്നും ഭയങ്കരമായിട്ട് മർദ്ദനം ഏറ്റുവാങ്ങേണ്ടതായിട്ട് വന്നിരുന്നു. പിന്നെ കെ കേളപ്പൻ എന്ന് പറയുന്ന വ്യക്തി നിരാഹാര സമരം, ഫാസ്റ്റ് ആൻഡ് ഡു ഡെത്ത് എന്ന് പറഞ്ഞാൽ നിരാഹാര സമരം, മരിക്കുന്നത് വരെ അങ്ങനെ ഒരു ഇതാണ് നിരാഹാര സമരം. അപ്പോൾ അതും ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ചെയ്തു. അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗാന്ധിജിക്ക് തന്നെ വരേണ്ടി വന്നു. ഗാന്ധിജി നിർദ്ദേശപ്രകാരമാണ് പിന്നെ അത് അവസാനിപ്പിച്ചത്. പിന്നെ ഒരു കാര്യം അവിടെ പറയുന്നുണ്ടായിരുന്നു, പ്ലെബിസൈറ്റ് എന്നൊരു വാക്ക് അവിടെ കണ്ടു. അതെന്താണെന്ന് വെച്ചാൽ ഒരു പബ്ലിക് ഒപ്പീനിയൻ പോളാണ്. ഒരു പബ്ലിക് ഒപ്പീനിയൻ പോൾ, നമ്മളിപ്പോൾ പോൾ ഇടില്ലേ യൂട്യൂബിൽ, അതുപോലെ പോൾ ഇട്ടിട്ട് അതിൽ നിന്ന് കൂടുതൽ ഏതാണ് മെജോറിറ്റി എന്ന് നോക്കി. അങ്ങനെ പൊന്നാനി താലൂക്കിൽ വെച്ചാണ് നോക്കിയത്. അപ്പോൾ എല്ലാവരും ഈ എൻട്രിയെ സപ്പോർട്ട് ചെയ്താണ് വന്നത്. അതാണ് ഈ ഒരു സത്യാഗ്രഹത്തിൻ്റെ, ഈ ഒരു ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ആ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വേർഡ്സ് നോക്കാം. നിങ്ങൾക്ക് സത്യാഗ്രഹ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് ഓൾറെഡി അറിയായിരിക്കും. അഹിംസാപരമായ സമരമാണ് സത്യാഗ്രഹം. ടെമ്പിൾ എൻട്രി ക്ഷേത്രപ്രവേശനമാണ്. കമ്മിറ്റി സമിതി. വോളണ്ടിയർ എന്ന് പറഞ്ഞാൽ സ്വമേധയാ പ്രവർത്തകൻ, അതായത് നമ്മുടെ ഇഷ്ടത്തോട് തന്നെ നമ്മൾ ഒരു സേവനം നടത്തുവാണെങ്കിൽ വോളണ്ടിയർ ആണ്. ഇൻറ്റൻസിഫൈഡ് ശക്തി പ്രാപിക്കുന്നതിനാണ് ഇൻറ്റൻസിഫൈഡ് എന്ന് പറയുന്നത്. ബ്രൂച്വലി ബീറ്റൻ ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു. ഫാസ്റ്റ് അൺടു ഡെത്ത് മരണം വരെ ഉപവാസം ഇരിക്കുക, അല്ലെങ്കിൽ നമുക്ക് നിരാഹാര സമരം അങ്ങനെയും പറയാം, ഫാസ്റ്റ് അൺടു ഡെത്ത്. പിന്നെ പ്ലെബിസൈറ്റ് എന്ന് പറഞ്ഞാൽ പൊതുജന താല്പര്യാർത്ഥം എന്ത് ചെയ്യുന്നതാണ്, ഒരു വോട്ടെടുപ്പ് നടത്തുന്നതിനൊക്കെയാണ് നമ്മൾ പ്ലെബിസൈറ്റ് എന്ന് പറയുന്നത്. ഫേവറബിൾ അറ്റ്മോസ്ഫിയർ അനുകൂലമായിട്ടുള്ള ആ ഒരു സാഹചര്യത്തെയാണ് ഇവിടെ ഫേവറബിൾ അറ്റ്മോസ്ഫിയർ എന്നതുകൊണ്ടിട്ട് ഉദ്ദേശിക്കുന്നത്. വേർഡ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഏതെങ്കിലും മീനിങ്സ് കിട്ടാനുണ്ടെങ്കിൽ അത് കമൻറ്റ് വന്നിട്ട് പറഞ്ഞാൽ മതി, അതിൻ്റെ മീനിങ് തരുന്നതായിരിക്കും. നോട്ട്സ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ വേണമെങ്കിൽ PDF ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ചാപ്റ്റർ ഫുൾ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ആ ഒരു ലാസ്റ്റ് പാർട്ടിൻ്റെ കൂടെ ചിലപ്പോൾ പിൻ ചെയ്ത് തരാനായിട്ട് ചാൻസ് ഉണ്ട്. ഞാൻ ഈ വീഡിയോസ് പലപ്പോഴായിട്ടാണ് എടുക്കുന്നത്. പിന്നെ എഡിറ്റിങ്ങിലൂടെ അതിനെ ഒരു ലോങ് വീഡിയോ ആക്കിയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവരും അതിന് വേണ്ടിയിട്ട് ഒരു ലൈക്ക് തരിക. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രം മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത പോർഷനിലേക്ക് നമുക്ക് പോവാം അല്ലേ. മിറാക്കിൾ ഓഫ് മോഡേൺ ടൈം. മിറാക്കിൾ ഓഫ് മോഡേൺ ടൈം, ആധുനിക കാലത്തിൻ്റെ അത്ഭുതം. നമുക്ക് നോക്കാം. ഓൺ November 12, 1936, ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ, the ruler of Travancore, issued the Temple Entry Proclamation. 1936 നവംബർ 12 തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്രപ്രവേശന പ്രഖ്യാപനം പുറപ്പെടുവിച്ചു. Through this, the temples of Travancore were open to all sections of Hindus. ഈ പ്രഖ്യാപനത്തോടെ തിരുവിതാംകൂർ സംസ്ഥാനത്തിലെ ക്ഷേത്രങ്ങൾ എല്ലാ ഹിന്ദുക്കളുടെയും പ്രവേശനത്തിനായി തുറന്നു. ഗാന്ധിജി describes this proclamation as a miracle of modern time. ഈ പ്രഖ്യാപനത്തെ മഹാത്മാഗാന്ധിജി ആധുനിക കാലത്തിൻ്റെ അത്ഭുതമെന്നാണ്
വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയുടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്, പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മുമ്പേ പറഞ്ഞിരുന്ന ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ആൾക്കാരുടെ പിക്ചർ ഈ ഒരു പേജിലാണ്. കുറച്ച് പി കൃഷ്ണപിള്ള, അതുപോലെ തന്നെ ആരാണ് പി കൃഷ്ണപിള്ള, കെ ഗോപാലൻ, കേളപ്പൻ, കെ മാധവൻ. അത് നിങ്ങൾക്കറിയാലോ. കെ മാധവൻ എവിടെ വരുന്ന? ഇവിടെ. കേളപ്പൻ എവിടെ വരുന്ന? അതും അവിടെ. ഇത് രണ്ടുമാണ് നമ്മുടെ സത്യാഗ്രഹത്തിൻ്റെ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ കാര്യത്തിൽ ഈ ഒരു പേജിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത നമുക്ക് പാലിയം സത്യാഗ്രഹ നോക്കാം. പാലിയം സത്യാഗ്രഹ ആദ്യം നമുക്ക് വായിച്ച് നോക്കാം. ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് വായിച്ചിട്ട് ഒരു ലൈൻ വായിക്കും, അതിൻ്റെ മീനിങ്സ് പറയാം, അങ്ങനെ പോവാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു സിമ്പിൾ ഇംഗ്ലീഷ് മീനിങ് തരാം. അത് കഴിഞ്ഞ് മീനിങ്സ് അതും കൂടെ ഉറപ്പുവരുത്താം. അപ്പോൾ എല്ലാം സെറ്റാവും. പാലിയം സത്യാഗ്രഹ. The Paliam Satyagraha of 1947 to 48 was another protest in Kerala for the abolition of untouchability. 1947-48 കാലത്ത് കേരളത്തിൽ അസ്പർശ്യത നിരോധനത്തിനായി നടന്ന മറ്റൊരു പ്രധാന സമരമാണ് പാലിയം സത്യാഗ്രഹം. The marginalized sections of the people were prohibited from walking on the road in front of the residence of Paliyathajan at Chennamangalam in Kochi. കൊച്ചി സംസ്ഥാനത്തിലെ ചെന്നമംഗലത്ത് പാലിയത്തച്ഛൻ്റെ വസതിയുടെ മുന്നിലൂടെ പോകുന്ന പാതയിൽ താഴ്ന്ന വിഭാഗക്കാരായ ജനങ്ങൾക്ക് നടക്കാൻ പോലും വിലക്കുണ്ടായി. എന്ത് കാലമാണല്ലേ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. പുതുവഴി കൂടെ പോലും പോകാൻ പറ്റാത്തൊരു കാലം. അതും ആ പുതുവഴിയിൽ പാലിയത്ത് കുടുംബം താമസിക്കുന്നു എന്നുള്ള പേരിൽ ഇവർക്ക് പോകാൻ പറ്റാത്ത ഒരു കാലം. The Paliam Satyagraha was organized by political parties and community organizations in protest against this injustice. ഈ അനീതിക്കെതിരായി രാഷ്ട്രീയ പാർട്ടികളും സമൂഹ സംഘടനകളും ചേർന്ന് പാലിയം സത്യാഗ്രഹം സംഘടിപ്പിച്ചു. The government responded with arrest and torture to suppress the satyagraha led by C. Keshavan and others. സി കേശവനും മറ്റു നേതാക്കളും നയിച്ച ഈ സത്യാഗ്രഹത്തെ അടിച്ചമർത്താൻ സർക്കാർ അറസ്റ്റുകളും ക്രൂരമായ പീഡനങ്ങളും നടത്തി. In 1948, when all the temples in Kochi were open to everyone regardless of caste, restrictions on walking along Paliam Road were lifted. അവസാനം അങ്ങനെ 1948 കൊച്ചി സംസ്ഥാനത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ ജാതികളെയും ആളുകൾക്കും വേണ്ടി തുറന്നതോടുകൂടിയാണ് പാലിയം റോഡ് നടക്കാനുള്ളൊരു പാതയായിട്ട് മാറിയത്. അതായത് ഇതിലൂടെ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്, ആ വിലക്ക് പിൻവലിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് നോക്കാം, കറക്റ്റ് ആ ഒരു മീനിങ് കൺവേ ആവും. പാലിയം സത്യാഗ്രഹം 1947-48 കാലം. ആ സമയത്ത് കേരളത്തിൽ തൊട്ടുകൂടായ്മ, അതാണ് അസ്പർശ്യത എന്നുള്ള വാക്കിൻ്റെ കറക്റ്റ് ഒരു ഇത് വരുന്ന തൊട്ടുകൂടായ്മ എന്ന് പറയുന്ന ഒരു സംഭവം നിലനിന്നിരുന്നു. അതായത് താഴ്ന്ന ജാതി എന്ന് കരുതപ്പെട്ടവരെ തൊടുവാണെങ്കിൽ എന്തോ ഭയങ്കര കുഴപ്പമാണെന്നുള്ള രീതിയിലുള്ള എന്തൊക്കെയാണ് അത്. നമുക്ക് പിന്നെ ഇതിനോടൊന്നും കേൾക്കാൻ പോലും താല്പര്യമില്ലാത്തതുകൊണ്ട് ആ ഭാഗത്തേക്ക് എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. അതുപോലെ ഇതിനെയൊക്കെ മാറ്റുന്നു, ഇതൊക്കെ മാറി എന്നുള്ള കാര്യം ഇപ്പോഴും മനസ്സിലാവാത്ത കുറേ ആൾക്കാരുണ്ട്. അതായത് ഇപ്പോഴും ഇങ്ങനെയൊക്കെ ജാതിയുടെയും മതമൊക്കെ പേരിൽ വ്യത്യാസം വെക്കുന്നത് വളരെ തെറ്റായ കാര്യമാണ്. എനിവേ, നമ്മൾ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. അപ്പം ഈ ഒരു അൺടച്ചബിലിറ്റിക്ക് എഗെയിനിസ്റ്റായിട്ട് വന്ന ഒരു സമരമാണ് പാലിയം സത്യാഗ്രഹം. അതായത് കൊച്ചിയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ചെന്നമംഗലം എന്ന് പറയുന്ന സ്ഥലം. അവിടെ പാലിയത്തച്ഛൻ്റെ ഒരു വീടുണ്ടായിരുന്നു. അപ്പോൾ ആ പാലിയത്തച്ഛൻ്റെ വസതി, അതായത് വീട്, അതിന് മുന്നിലൂടെ ആര് പോയാലും അവർക്ക്
അതുവഴി പോവാൻ പറ്റത്തില്ല എന്നുള്ള നിയമമാണ്. അതായത് അതുവഴി താഴ്ന്ന ജാതി എന്ന് കരുതപ്പെട്ടവർ പോയാൽ അത് ഭയങ്കര കുറ്റമായിട്ടാണ് അന്നത്തെ കാലത്ത് കണ്ടിരുന്നത്. ഇതിനെതിരായിട്ടാണ്, ഈ അനീതിക്കെതിരായിട്ടാണ് ഈ ഒരു സമരം നടത്തിയത്. ഇത് കേശവനാണ് നടത്തിയത്. പിന്നെ മറ്റുള്ള നേതാക്കളും ഒക്കെ കൂടെയാണ്. അപ്പോൾ ഈ ഒരു ഇതിനെ സർക്കാർ എന്താണ് അടിച്ചമർത്തുകയാണ് ചെയ്തത് എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. അങ്ങനെ അവസാനം 1948 ഇത് എന്താണ് പിൻവലിക്കപ്പെട്ടത്. ഇത്രയാണ് ഈ ഒരു പോർഷനിൽ നിന്ന് പറയുന്നത്. ഇനി ജസ്റ്റ് നമുക്കൊരു ഇംഗ്ലീഷ് മീനിങ്ങിലും പറയാം. സിമ്പിൾ ഇംഗ്ലീഷ് മീനിങ് കൺവേ ആവുകയാണെങ്കിൽ the Satyagraha was a protest to end untouchability in Kerala. ഒരു പോയിന്റായി. അതായത് ഈ പ്രൊട്ടസ്റ്റ് എന്തിനാന്ന് ചോദിച്ചാൽ ടു എൻഡ് അൺടച്ചബിലിറ്റി ഇൻ കേരള. പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അന്നത്തെ കാലം എങ്ങനെയായിരുന്നു വെച്ചാൽ പീപ്പിൾ ഫ്രം ലോവർ കാസ്റ്റ് were not allowed to walk on the road in front of the residence of പാലിയത്തച്ഛൻ ആൻഡ് ചെന്നമംഗലം ഇൻ കൊച്ചി. അതൊരു പോയിന്റായിട്ട് എഴുതാം. പിന്നെ ആരാണ് ഈ ഒരു ഇതിന് എതിരെയായിട്ട് ഇത് തുടങ്ങാമെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ പാർട്ടീസും കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനും. പിന്നെ ആരാണ് ഇതിൻ്റെ ലീഡർ എന്ന് ചോദിച്ചാൽ CK കേശവൻ, അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർ. ഇതെങ്ങനെയാണ് സപ്രസ് ചെയ്യാൻ നോക്കിയെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള അനീതിയിലൂടെയാണ് ഇത് സപ്രസ്, ടോർച്ചറും അറസ്റ്റും. അതുകൊണ്ടാണ് അത് സപ്രസ് ചെയ്യാൻ നോക്കിയത്, അടിച്ചമർത്താൻ നോക്കിയത്. എപ്പോഴാണ് കിട്ടിയത്, അതായത് ഈ വിലക്ക് പിൻവലിച്ചത് 1948. അത്രയും കാര്യങ്ങൾ നോക്കി വെക്കുക. ഇനി മീനിങ്സ് നോക്കാം. അബോലിഷൻ, നിർത്തലാക്കൽ, ഇല്ലാതാക്കൽ എന്നൊക്കെയാണ്. അൺടച്ചബിലിറ്റി, അസ്പർശത, തൊട്ടുകൂടായ്മ എന്നൊക്കെ പറയാം. മാർജിനലൈസ്ഡ്, അവഗണിക്കപ്പെട്ട ആൾക്കാരാണ് ഈ മാർജിനലൈസ്ഡ്. അവര് എന്താണ് അരുകിവൽക്കരണപ്പെട്ട എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മാർജിനലൈസ്ഡ് എന്ന് പറഞ്ഞാൽ അരുകിവൽക്കരണപ്പെട്ടവർ എന്നും നമുക്ക് പറയാം. ഇനി നോക്കിക്കേ, റെസിഡൻസ് താമസ സ്ഥലം. പ്രൊട്ടസ്റ്റ് പ്രതിഷേധം, സമരം. സപ്രസ് ചെയ്യുക, അടിച്ചമർത്തുക. ടോർച്ചർ ചെയ്യുക, ക്രൂരമായിട്ടുള്ള പെരുമാറലിനാണ് ടോർച്ചർ എന്ന് പറയുന്നത്. റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിയന്ത്രണങ്ങൾ, വിലക്കുകൾ ഒക്കെ. അപ്പോൾ ഇത്രയും വേർഡ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. നമുക്കിനി ഒരു ടേബിൾ ആണുള്ളത്, അത് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ദ ഫ്ലെയിം ഓഫ് പ്രൊട്ടസ്റ്റ് ഓഫ് നാഷണൽ കോൺഷ്യസ്നെസ് എന്നുള്ള കാര്യം. പിന്നെ മലബാർ. ഇനി എന്താ വരുന്നത്, ഗാന്ധി ഇൻ കേരള. ഈ ഒരു ചാപ്റ്റർ അത്യാവശ്യം ലെങ്തി ചാപ്റ്ററാണ്. കാര്യം ഹിസ്റ്റോറിക് ടോപ്പിക്സ് ആണല്ലോ. ഹിസ്റ്റോറിക് ടോപ്പിക്സ് ആയതുകൊണ്ട് കുറച്ച് ലെങ്തിയാണ്. അതുകൊണ്ട് ഒരുപാട് പാർട്സ് കാണും എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു 5-6-7 പാർട്ടൊക്കെ കാണും. നിങ്ങൾക്കിത് മനസ്സിലാക്കി ചെറുതായിട്ട് പഠിക്കണമെങ്കിൽ അതായിരിക്കും ബെറ്റർ. ഇപ്പം തന്നെ ഭയങ്കര ലെങ്ത് ആണെന്നാണ് തോന്നുന്നത്. എഡിറ്റ് ചെയ്ത് വരുമ്പം പരമാവധി ലൂസ് സ്റ്റോക്കൊക്കെ കളഞ്ഞേക്കാം, അപ്പം കറക്റ്റ് കിട്ടും. ഓക്കെ, ദെൻ അടുത്ത പോർഷനായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.